ആ കാര്യത്തിൽ BJP മിടുക്കരാണ്. അവർക്ക് സീറ്റുകൾ നിശ്ചയിക്കാൻ എളുപ്പമാണ്. കാരണം അധികം പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. അവരിൽ നിന്ന് ഓരോരുത്തരെ കണ്ടെത്തിയാൽ മതി. തന്നെയല്ല, അവർക്കറിയാം ജയിക്കത്തില്ല എന്ന്. അതുകൊണ്ട് എന്തു വന്നാലും പ്രശ്നമില്ല എന്ന മട്ടിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും. ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് തന്നെയല്ല, അവർ തോൽപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അവർ കാരണം തോൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഹുങ്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ടൊന്നും അവർ കാണിക്കേണ്ടത്. അവർ ഏറ്റവും വലിയ ഒരു നാശമായിരിക്കും കേരളത്തോട് ചെയ്യുന്നത്, ഈ മുനിസിപ്പാലിറ്റിയോട് ചെയ്യുന്നത്, നമ്മുടെ നാടിനോട് ചെയ്യുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് സ്മരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാം. ജാതീയമായിട്ടും മതപരമായിട്ടും ആളുകളെ പിടിക്കാൻ പറ്റും എന്നും അങ്ങനെ മാത്രമേ പറ്റൂ എന്നും വിചാരിക്കുന്നവരാണ് BJPക്കാർ. അതല്ലാതെ വേറെ ഒരു രീതിയിലേക്ക് അവർ പോകാൻ തയ്യാറില്ല. പോകാൻ അവർക്ക് പ്രയാസമാണ്. കാരണം അതിനുള്ള അടി വേറെ അവർക്കില്ല. ഉള്ളത് വെച്ചുകൊണ്ട് മതപരമായിട്ടും ഞാൻ പറഞ്ഞ പോലെ ജാതി പരമായിട്ടും ഒക്കെ വോട്ട് പിടിച്ച് ആളുകളെ വിജയിപ്പിക്കാം എന്ന ഉദ്ദേശത്തിൽ കേരളത്തിൽ പറ്റുന്നില്ല എങ്കിൽ പോലും മറ്റു പലയിടത്തുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കുറേയൊക്കെ അത് വിജയിക്കുന്നുമുണ്ട്. ഒരു കാരണവശാലും അതുകൊണ്ട് നമ്മുടെ നാടിനോ നമ്മുടെ രാഷ്ട്രത്തിനോ ഗുണകരമായ ഒരു നീക്കമായിരിക്കും അത് എന്ന് ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. മതപരമായ രീതിയിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാവരും നിൽക്കണം എന്നാഗ്രഹിക്കുന്ന BJPക്ക് അതല്ലാതെ നിൽക്കുന്നവരോട് ഒരു പ്രത്യേക രീതിയിലുള്ള താല്പര്യക്കുറവുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ താല്പര്യക്കുറവ് അവർ പലയിടത്തും അറിയാതെയും അറിഞ്ഞുകൊണ്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നാശനഷ്ടവും അവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം താൽക്കാലികമായിട്ട് ചിലയിടത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറ്റും. പക്ഷേ കേരളം പോലെയുള്ള ഒരു നാട്ടിൽ നിന്ന് അയോധ്യയിൽ കൊണ്ടുപോയി എല്ലാവരെയും അങ്ങോട്ട് മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ മതപരമായിട്ട് പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരെയോ അങ്ങനെയുള്ള ആളുകളെയോ മോശമാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയോ അവർക്കെതിരായിട്ടുള്ള നീക്കം നടത്തുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ തിരിച്ചടി എല്ലാ ജനങ്ങളും നൽകും. അതാണ് കേരളം, അതാണ് രാഷ്ട്രം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക.